ഇൽമിനു വേണ്ടി ദീനിനായി അല്ലാഹു തആലയുടെ വജ്ഹിനായി മാത്രം ജീവിതം നീക്കിവെച്ച ഒരു ഉഖ്റവിയായ ആലിമാണ് ശൈഖുനാ ഉസ്താദ് അവർകൾ എന്നത് പറയേണ്ടതില്ല. അല്പകാലം ഉസ്താദിൻ്റെ അടുത്ത് തെയ്യാല ജുമാ മസ്ജിദിൽ വെച്ച് കിതാബ് ഓതാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ ഇടയ്ക്കിടെ കാണാനും വരാറുണ്ട്. എപ്പോഴും ഉസ്താദ് കിതാബിലായിരിക്കും. അവരുടെ തന്നെ ഒരു കിതാബിൽ നിന്ന് മറ്റൊരു കിതാബിലേക്ക് എഴുതി, അതിൽ നിന്ന് വേറൊന്നിലേക്ക് എഴുതി, ഇങ്ങനെ ഇൽമുകളെ ജംഅ് ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക, സമാഹരിക്കുക എന്ന ശരിയായ ഇൽമിൻ്റെ വാക്താവിൻ്റെ സ്വഭാവം അവരുടെ എല്ലാ കിതാബുകളിലും അവർ കൈവച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പേന വെച്ചിട്ടുണ്ടാകും. പേന തൊടാത്തൊരു കിതാബ് ഉണ്ടാവില്ല. എല്ലാം നുസ്ഖ സഹിയാക്കുകയും അവ്യക്തതകളിടത്ത് അവ്യക്തത നീങ്ങാൻ ആവശ്യമായ വിശദീകരണങ്ങൾ എഴുതുകയും ഇങ്ങനെ ചെയ്തവരാണ് അവർ. അവരുടെ ഫത്ഹുൽ മുഈൻ നോക്കിയാൽ തന്നെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിൽ നിന്നല്ലാതെ മശായിഖിൻ്റെ ഗുരുവര്യന്മാരുടെയും മഹത്തുക്കളുടെയും വചനങ്ങൾ എല്ലാം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇന്നത് വായിച്ചു നോക്കുമ്പോൾ അന്ന് ഈ ഗ്രന്ഥങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടി എന്ന് വരെ മനസ്സിലാകാത്ത അവസ്ഥ. ഇന്ന് എല്ലാം സംഘടിപ്പിക്കാൻ സംവിധാനങ്ങളുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഉള്ള ഉലമാഇൻ്റെ ഇബാറകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അത്ഭുതം തോന്നും. മക്കയിലെ മുഫ്തിയുടെയും അങ്ങനെ വിവിധ മുഫ്തിമാരുടെ, മദ്രാസിലെ മുഫ്തി മഹ്മൂദ് ബിൻ സിബ്ഗത്തില്ല, അതുപോലെ അവരുടെ ശിഷ്യൻ തമീം, ഇങ്ങനെ തുടങ്ങിയ മുഫ്തിമാർ, ഇന്ത്യയുടെ വിവിധ ഭാഗത്തുള്ള മുഫ്തിമാരുടെ ഇബാറകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. മക്കയിലെ മുഫ്തിയായിരുന്ന മുഹമ്മദ് ഹസ്ബുല്ല മഹാനവറുകളുടെ ഇബാറകൾ, അവരുടെ ഫത്വകൾ ഒരുപാട് അവരുടെ ഫത്വൽ മുഈനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി മഖ്തൂത്തുകൾ, കയ്യെഴുത്ത് പ്രതികളിൽ നിന്നും എല്ലാ ഫന്നിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും കേവലം ഒരു ഫത്ഹുൽ മുഈനിൽ എഴുതി വച്ചത് കാണും. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഹദീസിൻ്റെ ശറഹുകളിൽ നിന്ന്, സഹീഹുൽ ബുഖാരിയുടെയും സഹീഹ് മുസ്ലിമിൻ്റെയും മാത്രമല്ല, സിഹാഹു സിത്തയുടെ എല്ലാം ശുറൂഹിൽ നിന്ന്, അതിൻ്റെ പുറമെ മുവത്തയുടെ ശറഹിൽ നിന്ന്, അതുപോലെ ഇമാം സുയൂത്തി തങ്ങളുടെ ജാമിഉ സഗീറിൻ്റെ വിവിധ ശറഹുകളിൽ നിന്ന്, ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ ഒരു ഫത്ഹുൽ മുഈനിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര താരീഖിൻ്റെ സീറയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലുഗത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഹവിൻ്റെയും സർഫിൻ്റെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിഖ്ഹിൻ്റേത് പറയേണ്ടതില്ല. തസവൂഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമായിരിൻ്റെ വിവിധ ശറഹുകളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഒരു ഫത്ഹുൽ മുഈനിൽ തന്നെ 100-ൽ പരം ഗ്രന്ഥങ്ങളിൽ നിന്ന് തഅലീഖുകൾ അവർ എഴുതി വച്ചിട്ടുണ്ട്. അല്ലിനി ഉലൂമു കുല്ലുഹാ മുതആവിനത്തുൻ മുതറാബിത എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ
അൽ-ഉലൂമു കുല്ലുഹാ മുതആബിനത്തുൻ മുതറാബിത. ഒരു ഇൽമ് തിരിയാൻ എല്ലാ ഇൽമുകളും തിരിയണം. ഇൽമുകൾ ഒന്നിനെ സഹായിക്കുന്നതാണ്, ഒന്നുമായി കണക്റ്റഡാണ്, ബന്ധമുള്ളതാണ് എന്നത് അവരുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിൻ്റെ വിവിധ ഭാഗങ്ങൾ നോക്കിയാൽ ഇമാം ഗസാലി തങ്ങളിനെ പറഞ്ഞതിനെ അന്വർത്ഥമാക്കുന്ന ശൈലി, ഇടപെടൽ അവരിൽ നിന്ന് നമുക്ക് ആ ഫത്ഹുൽ മുഈൻ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എപ്പോൾ വന്നാലും ഇൽമിയായ ചർച്ചകളും സംസാരങ്ങളുമാണ് മഹാനായ ശൈഖുനാ അവറുകൾക്ക് ഉള്ളത്. നമുക്ക് മുതഅല്ലിമീങ്ങളാകുന്ന നമുക്ക് ഇതിൽ വലിയ പാഠമുണ്ട്. എഴുത്ത് പാടെ ഉയർത്തപ്പെട്ട പോലുള്ള അവസ്ഥയാണ് ഇന്ന് ഉള്ളത്. യഥാർത്ഥത്തിൽ കിതാബത്ത് എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. മൻ കതബ ഖറ എന്ന് പറഞ്ഞ മൻ കതബ ഖറ, ആരെങ്കിലും എഴുതി വെച്ചാൽ അതവിടെ ഉറച്ചു നിൽക്കും, അവൻ്റെ മനസ്സിലും നിൽക്കും. മനസ്സിൽ ഉറക്കാനും എഴുത്ത് കാരണമാണ്. എഴുതുന്നവന് എഴുതിയത് ഓർമ്മ വരും. ഒന്നുമില്ലെങ്കിൽ ആ വിഷയം ഞാൻ എഴുതിയിട്ടുണ്ട്, ഇന്ന ബുക്കിലുണ്ട്, ഇന്ന ഡയറിയിലുണ്ട് എന്ന ഓർമ്മയെങ്കിലും വരുമ്പോൾ എടുത്ത് മറിച്ച് നോക്കൽ സൗകര്യമാകും. കാണാതെ പഠിച്ചാൽ അത് മറന്നുപോയേക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പല ശുഗലുകളും ചിന്തകളും ഉള്ളതുകൊണ്ട് ഹിഫ്ള് നന്നേ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ എഴുത്ത് എന്നത് ഇൽമിനെ സമാഹരിക്കാനുള്ള ഒരു മാർഗമാണ്. കിതാബത്ത് എന്ന മാദ്ദയുടെ, ആ ധാതുവിൻ്റെ തന്നെ ഒരർത്ഥമാണ് ജംഅ്. അതുകൊണ്ടാണ് അലാ ഖിറാഇൽ കതാഇബി, വലിയ സൈന്യത്തിന് കതീബത്ത് എന്ന് പറയും. കാരണം ആ സൈന്യത്തിൽ നിരവധി സംഘങ്ങളും ടീമുകളും സംഗമിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട്. അപ്പോൾ എഴുതി വെക്കുക എന്ന ഒരു സ്വഭാവം നമുക്ക് ഉസ്താദിൽ നിന്ന് അവരെ അനുസ്മരിച്ച കാരണം കൊണ്ട് ഉൾക്കൊള്ളാൻ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനും നിലനിർത്താനും കഴിയണം. ഓരോ കിതാബിനും നമ്മളെടുത്ത് നോട്ടുകൾ കൃത്യമായി വേണം. കിതാബിലെ തെറ്റുകൾ, കിതാബ് കേവലം ഹർക്കത്തിട്ട കിതാബ് മാത്രം നോക്കിപ്പിടിച്ച് അത് വായിക്കുക, ഹർക്കത്തില്ലെങ്കിൽ വായിക്കാൻ പറ്റാതിരിക്കുക എന്ന ഈ ദുരവസ്ഥ നമ്മിൽ ഉണ്ടായിക്കൂടാ. അപ്പോൾ ഉസ്താദിനെ അനുസ്മരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകേണ്ട, നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട കാര്യമായ ഒന്നാണ് എഴുതുക. എഴുതിയ പുസ്തകത്തിൽ നിലനിൽക്കുന്നതോടൊപ്പം മനസ്സിലും നിലനിൽക്കാൻ കാരണമാകും. പിന്നെ ഇപ്പോൾ എന്നോട് അന്ന് വിഷയം പറഞ്ഞില്ല, ഏതായാലും ഇപ്പം പറഞ്ഞത് ഫിഖ്ഹിൻ്റെ ആധികാരികത എന്നാണ്. ഫിഖ്ഹിൻ്റെ ആധികാരികത ഉസ്താദിൻ്റെ ഉറൂസിനോടനുബന്ധിച്ച് ആ വിഷയത്തിന് വലിയ മഹത്വമുണ്ട്. ഫിഖ്ഹ് എല്ലാ ഇൽമുകളുടെയും ഒരു ലുബ്ബാണ്, സത്തയാണെന്ന് പറയാം. ഇതുകൊണ്ട് തന്നെ ഉസ്താദ് കാര്യമായി ശ്രദ്ധ കൊടുത്തിരുന്നത് എല്ലാ ഇൽമും തിരിയുന്നു എന്നതിനോടൊപ്പം ഫിഖ്ഹിലാണ് ശ്രദ്ധ തിരിച്ചിരുന്നത്, കേന്ദ്രീകരിച്ചിരുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആർക്ക് ഫിഖ്ഹിയായി സംശയങ്ങൾ വന്നാലും ഉസ്താദിനെ സമീപിച്ചാൽ വളരെ കൃത്യമായ ഉത്തരം രേഖാമൂലം കിതാബെടുത്ത് വായിച്ച് കാണിച്ചു തരുന്ന ശൈലിയാണ് ഉസ്താദിന് ഉണ്ടായിരുന്നത്. ആധികാരികതയോടുകൂടെ ഉസ്താദ് പറയൂ. സ്വന്തം വായ കൊണ്ട് അഭിപ്രായം പറയുന്ന സ്വഭാവം ഉസ്താദിനില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുകയും ഇല്ലല്ലോ. ഉസ്താദ് പറയുന്നത് മുഴുവൻ കിതാബുകളിലുണ്ടാകും. അതേ പറയാൻ നോക്കൂ. കാരണം നമ്മുടെ ബുദ്ധി, നമുക്ക് ബുദ്ധിയുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അത് പറ്റില്ല. നമുക്ക് ബുദ്ധിയില്ല, തൻ്റെ ഇടമില്ല. അതേസമയം പൂർവസൂരികരായ മഹാന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ ആ നുബുവത്തിൻ്റെ നൂറിൻ്റെ കിരണങ്ങൾ, അതിൻ്റെ രശ്മികൾ അവരിലേക്ക് എത്തിയിട്ടും
അവർ ഇത്ര കാലഘട്ടം മനുഷ്യർ നശിക്കുന്നതിൻ്റെ മുമ്പ് ഖൈറുൽ ഖുർആനുമായി തൊട്ട് ചേർന്ന് നിൽക്കുന്നവരും ഖൈറുൽ ഖുർആനിൽ ഉള്ളവരുമായതുകൊണ്ട് അവരുടെ ചിന്തകൾ റെഡിയാണ്, അവരുടെ ബുദ്ധിശക്തി റെഡിയാണ്, അവർക്ക് നല്ല വെളിച്ചവും പ്രകാശവും ലഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ എല്ലാ നിയമങ്ങളുമുണ്ട്. നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയും ചിട്ടയും അത് കൃത്യമായി അത് അല്ലാഹു തആല തന്നെ പറഞ്ഞു തരണം, നിശ്ചയിക്കാൻ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്തു പറയണം, എങ്ങോട്ട് പോകണം, എവിടെ നിൽക്കണം, എങ്ങനെ നോക്കണം, എങ്ങനെ കേൾക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ തീരുമാനമെടുക്കണം എന്ന് നിശ്ചയിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു തആലക്ക് മാത്രമാണ് അധികാരം. മനുഷ്യനിൽ അല്ലാഹു തആല ഖുവ്വത്ത് അഖ്ലിയ എന്ന് പറയുന്ന ഒരു മഹാശക്തിയെ മനുഷ്യനിൽ പടച്ചിട്ടുണ്ട്. ഇതര ജീവികളിൽ ഇല്ലാത്ത കഴിവാണ് ഖുവ്വത്ത് അഖ്ലിയ എന്ന ബുദ്ധിശക്തി മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. അതേസമയം ഇതര ജീവികളിലുമുള്ള കഴിവുകളും മനുഷ്യനിൽ എല്ലാം ഉണ്ട്. മനുഷ്യനിൽ ഖുവ്വത്ത് ശഹവിയയുണ്ട്, ഒളബിയയുണ്ട്. ലൈംഗിക വികാരവും ഭക്ഷ്യവികാരവും മനുഷ്യന് ഉണ്ട്. ഭക്ഷണങ്ങളിലേക്ക്, ആഹാരങ്ങളിലേക്ക്, പാനീയങ്ങളിലേക്ക് ആഗ്രഹവും താല്പര്യവും മനുഷ്യന് ഉണ്ട്. ഇത് ജീവിയാണെന്നതിൻ്റെ പേരിൽ മനുഷ്യനിൽ ഉള്ള ഒരു കഴിവാണ് അത്തരത്തിലുള്ള ഭക്ഷ്യ ആഹാര വികാരം എന്നത്. അതേപോലെ ലൈംഗിക വികാരം മനുഷ്യനിലുണ്ട്, ഖുവ്വത്ത് ശഹവിയ ഫർജിയ. എന്നാൽ മനുഷ്യന് ഖുവ്വത്ത് ഒളബിയയുമുണ്ട്. മനുഷ്യന് ഇതര ജീവികളിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നുമൊക്കെ പ്രതിരോധിക്കേണ്ട സന്ദർഭങ്ങളിൽ അവിടെ പ്രതിരോധ ശക്തി ആണ് ഖുവ്വത്ത് ഒളബിയ. ആവശ്യമുള്ളിടത്ത് ഒളബും മനുഷ്യൻ ഉപയോഗപ്പെടുത്തണം. ഈ ഖുവ്വത്ത് ഒളബിയ ഇതര ജീവികളിലുമുണ്ട്. ആ മനുഷ്യരിൽ മാത്രമുള്ള ഖുവ്വത്ത് അഖ്ലിയ എന്ന ബുദ്ധിശക്തിയും മറ്റ് ജീവികളിൽ ഉണ്ട് എന്ന പോലെ മനുഷ്യനിലുമുള്ള ഖുവ്വത്ത് ശഹവിയ ബത്നിയ ഭക്ഷ്യ വികാരം, അതുപോലെ ഖുവ്വത്ത് ശഹവിയ ഫർജിയ എന്ന ലൈംഗിക വികാരം, അതുപോലെ കോപ വികാരം, ഇങ്ങനെ തുടങ്ങിയ ഈ 4 ശക്തികൾ മേളിച്ചവനാണ് മനുഷ്യൻ. ഈ ശക്തികളെ പരിപോഷിപ്പിക്കാനും നിയന്ത്രിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും അവൻ മനുഷ്യനായതിൻ്റെ പേരിൽ ബാധ്യസ്ഥനാണ്. ഇതര ജീവികൾക്ക് ഈ കൺട്രോളിങ്ങിൻ്റെ പവറില്ല. കൺട്രോളിങ്ങിൻ്റെ പവറാണ് ബുദ്ധിശക്തി എന്നത്. ബുദ്ധിശക്തി ഉപയോഗിച്ച് മനുഷ്യന് അവൻ്റെ കോപത്തെയും വികാരത്തെയും നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ ബുദ്ധിശക്തിയെ പരിപോഷിപ്പിക്കാൻ, അതിൻ്റെ കടമ വീട്ടാൻ, അതിനെ വളർത്താൻ, അതിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളതാണ് മനുഷ്യൻ്റെ ഇബാദത്താകുന്ന മുറകൾ മുഴുവൻ. ഏതു തരത്തിലുള്ള ഇബാദത്തുകളും അത് മനുഷ്യന് അല്ലാഹു തആല നൽകിയ ബുദ്ധിശക്തിയെ ശരിക്കുപയോഗപ്പെടുത്തലും. ബുദ്ധി കൊണ്ട് മനുഷ്യന് ചിന്തിക്കാൻ കഴിയേണ്ടത് മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചാണ്. മനുഷ്യനൊരു ഭാവിയുണ്ട്. ഏതാണ് ഭാവി? മനുഷ്യൻ്റെ മുസ്തഖ്ബിൽ എന്ന് പറയുന്നത് പാരത്രിക ജീവിതമാണ്. ഈ പാരത്രിക ജീവിതം എന്നൊരു ജീവിതം ഏത് മനുഷ്യനും ഉണ്ട്. ഇതര ജീവികൾക്ക് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ മതി. മനുഷ്യന് പാരത്രിക ജീവിതം എന്ന ജീവിതം, അഥവാ ഇതര ജീവികൾക്ക് ഇവിടെ മാത്രം സുഖിക്കാനാണ് അവസരമുള്ളതെങ്കിൽ മനുഷ്യന് എക്കാലവും അനന്തമായി സുഖിക്കാൻ അവസരം അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മനുഷ്യന് പാരത്രികമായ ജീവിതത്തെ അല്ലാഹു തആല സംവിധാനിച്ചത്. ഈ പാരത്രിക ജീവിതമുണ്ട് എന്ന് തിരിയാൻ മനുഷ്യൻ ഏറെ ചിന്തിക്കേണ്ടതില്ല. മനുഷ്യൻ്റെ
ജീവിതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവന് ബോധ്യപ്പെടും ഒരു പരലോക ജീവിതം എനിക്കുണ്ട്. ഇവിടെ വിവിധ എക്സാമുകളെയും പരീക്ഷകളെയും നേരിടുന്ന മനുഷ്യൻ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ഈ ജീവിതമാകുന്ന കോഴ്സ് പൂർത്തിയാകുമ്പോൾ അവന് ഒരു പരീക്ഷയുണ്ടാകും, ഒരു എക്സാം ഉണ്ടാകും. അതിൽ വിജയിച്ചെങ്കിൽ അവന് ഉന്നതങ്ങളിലേക്ക് കയറാൻ സാധിക്കും, ഉയർന്ന തസ്തികകളെ കീഴടക്കാൻ സാധിക്കും. അതിൽ മൈനസ് ആണെങ്കിൽ അവന് ആ ഉന്നതികളിലേക്ക് എത്താൻ കഴിയില്ല എന്നത് മനുഷ്യൻ അവൻ്റെ ഈ ഭൗതിക ജീവിതത്തിലെ ഓരോ കോഴ്സുകളുടെയും ഇടകളിലും അതിൻ്റെ അവസാനത്തിലും നടക്കുന്ന പരീക്ഷകൾ, ആ പരീക്ഷകൾ വിലയിരുത്തിയാൽ, അതിൽ ചിന്തിച്ചാൽ ഇവന് ബോധ്യപ്പെടാനാകും എനിക്ക് അവസാനം ഒരു വലിയ പരീക്ഷയുണ്ട്. ആ പരീക്ഷയെ നേരിടാനാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. മരണത്തോടെ ആ പരീക്ഷ ആരംഭിക്കും. ഇത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനുഷ്യന് സാധിക്കും. ഇതുകൊണ്ട് തന്നെ മനുഷ്യന് ഈ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള കടമ വീട്ടൽ സ്വന്തം ശരീരത്തോടുള്ള കടമ വീട്ടലാണ്. സ്വന്തം ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ വഴി തേടലും സ്വീകരിക്കലുമാണ് സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള കടമ വേണ്ട പോലെ വീട്ടി നിലനിർത്തുക എന്നത്. സ്വന്തം ശരീരത്തോട് സ്നേഹമുള്ളവൻ, അല്പമെങ്കിലും സ്നേഹമുള്ളവൻ, ഈ ശരീരത്തിൻ്റെ സംവിധായകനും സൃഷ്ടാവുമായ പടച്ച റബ്ബിനോടുള്ള കടമ വീട്ടുന്നതിൽ വീഴ്ച വരുത്തില്ല. അപ്പോൾ അവൻ്റെ നിസ്കാരം കറക്റ്റാകും. നിസ്കാരം റെഡിയാകാൻ വുളൂ കറക്റ്റാകും. അവൻ്റെ മറ്റ് ആരാധനാ കർമ്മങ്ങൾ, സൗമ് നോമ്പാവട്ടെ, ഹജ്ജാകട്ടെ, സക്കാത്താകട്ടെ, അതിൻ്റെ നിബന്ധനകളും മര്യാദകളും എല്ലാം റെഡിയാക്കാൻ ഇവൻ സ്വാഭാവികമായും സന്നദ്ധനാകും. അവൻ്റെ ഭക്ഷ്യവസ്തുക്കൾ ഏത് മനുഷ്യനും അവൻ ജീവിയാണെന്നതിൻ്റെ പേരിൽ ജന്മത്തിൻ്റെ മുമ്പേ ആവശ്യമായതാണ്. അവൻ്റെ വളർച്ചക്കനുസരിച്ചുള്ള, ദഹനശേഷിക്കനുസരിച്ചുള്ള ആഹാരം ആർക്കും ആവശ്യമുണ്ട്. ഈ ആഹാരങ്ങൾ വശപ്പെടുത്താൻ വിവിധ ഇടപാടുകൾ, കച്ചവടങ്ങളും അങ്ങനെ തുടങ്ങിയ ഇടപാടുകൾ അനിവാര്യമാണ്. അതിനായി ഇടപാട് സംബന്ധമായ നിയമങ്ങൾ ഫിഖ്ഹിലെ രണ്ടാമത്തെ ഭാഗമാണ്. അങ്ങനെ മനുഷ്യൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഊർജവും ആരോഗ്യവും ശരിപ്പെട്ട് വളരുമ്പോൾ അവനിൽ കാമശക്തി വളരും, ലൈംഗികമായ വികാരങ്ങൾ വളരും. അത് അനിയന്ത്രിതമായി കൂടാ. അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ നിയമങ്ങൾ, സംവിധാനങ്ങൾ വേണം. ഇതും സൃഷ്ടാവ് സംവിധാനിച്ചു. അതിനാണ് മുനാക്കഹാത്ത് എന്ന് പറയുക. ഈ ശക്തികളെല്ലാം മേളിക്കുമ്പോൾ മനുഷ്യനിൽ ചിലപ്പോൾ സംഘട്ടനങ്ങളോ പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടാകാൻ ഇതിനു വേണ്ടി ഇന്ന് ഇക്കാര്യം കൂടുതലാണല്ലോ. ഭക്ഷ്യവികാരത്തിൻ്റെ പേരിലും ലൈംഗിക വികാരത്തിൻ്റെ പേരിലും സംഘട്ടനങ്ങൾ, പലതരത്തിൽ ശത്രുതകൾ, വിരോധങ്ങൾ, കുഴപ്പങ്ങൾ, അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയിടാൻ ആവശ്യമായ നിയമസംഹിത വേണം. അതാണ് ജിനായാത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 പാർട്ടാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ്. ഈ ഫിഖ്ഹിൻ്റെ അനിവാര്യത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനാകാൻ ഫിഖ്ഹ് വേണം എന്നതാണ് ആകത്തുക എന്ന് മനസ്സിലായി. മനുഷ്യന് ശരിയായ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഫിഖ്ഹ് വേണം. ഈ ഫിഖ്ഹ് നന്നായി വശപ്പെടുത്തിയവരാണ് ആര്? നമ്മുടെ ശൈഖുനാ സയ്യിദാരി ഉസ്താദ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഹഫിളൽ ഫിഖ്ഹ അളുമത് ഖീമതുഹു. മൻ ഹഫിളൽ ഫിഖ്ഹ അളുമത് ഖീമതുഹു. ഫിഖ്ഹ് ഒരാൾക്ക് മനപ്പാടമുണ്ടെങ്കിൽ അവന് നല്ല നിലവാരമുണ്ട്, വില കൂടും. മൻ ഹഫിളൽ ഫിഖ്ഹ അളുമത് ഖീമതുഹു വമൻ തഅല്ലമൽ ഹദീസ ഖവിയത്ത് ഹുജ്ജതുഹു. ഹദീസ് പഠിച്ചാൽ
അവന് ഹുജ്ജത്ത് രേഖ തെളിവ് ശക്തിപ്പെടും. ഫിഖ് പഠിച്ചാൽ വില കൂടും. അപ്പോൾ നമുക്ക് ഉസ്താദിനെ കുറിച്ച് പറയാൻ നല്ല വില കൂടിയ ആളാണ്. ഉസ്താദ് നല്ല വിലപിടിപ്പുള്ള ആളാണ്, വലിയ മുന്തിയ രത്നാണ് ഉസ്താദ്. എന്താ? ഫിഖ് മനപ്പാടാക്കിയിട്ടുണ്ട്, ഇന്നടത്തുണ്ട് 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 എന്ന് വരെ മനപ്പാടമാക്കിയിട്ടുണ്ട്. കേവലം മസ്അലകൾ മാത്രമല്ല. ഈ ഫിഖ് അത് എങ്ങനെ കിട്ടും? അത് നമുക്ക് കിട്ടണമെങ്കിൽ ഉസ്താദുമാരിൽ നിന്ന് പഠിക്കുക, പഠിച്ചതനുസരിച്ച് ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന റൂട്ടനുസരിച്ച് ഗ്രന്ഥങ്ങൾ പരതുക. മരണം വരെ നോക്കിയാലും തീരാത്ത അത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഷാഫിഈ അസ്ഹാബ് തന്നെ രചിച്ച ഗ്രന്ഥങ്ങൾ നമ്മൾ മരിക്കോളം നോക്കിയാലും തീരാത്ത ഗ്രന്ഥങ്ങളുണ്ട്. ഒരു കിതാബിൽ പറയാത്ത മസ്അല മറ്റൊരു കിതാബിൽ പറയും, അതിൽ പറയാത്ത മസ്അല വേറെ കിതാബിൽ പറയും. ഈ വിധത്തിൽ ഫിഖ്ഹി നിയമങ്ങൾ പരന്നു കിടക്കുകയാണ്. ആർക്കാണ് ഫിഖ്ഹി നിയമങ്ങൾ? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ എല്ലാ നിയമങ്ങളുണ്ട്. അല്ലാഹു തആലക്ക് വിധി ഹുക്ം അല്ലാഹു തആല നിശ്ചയിക്കാത്ത ഒരു കാര്യങ്ങളും ഒരു സംഭവങ്ങളും ഇല്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മാ മിൻ ഹാദിസത്തിൻ വഖഅത് ഔ സതഖഉ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ വലഗ ഫീ കിതാബില്ലാഹി അസ്സ വജല്ല വസുന്നതി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻസഉൻ വമഅഖദുൻ അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പലയിടത്തും കാണാം. സയ്യിദി അസ്സഖാഫ് തങ്ങളുടെ മുഖ്തസറുൽ ഫവായിദിൽ മക്കിയയിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, മാ മിൻ ഹാദിസത്തിൻ, ഏതൊരു സംഭവമാണെങ്കിലും ഒരു സംഭവവും ഇല്ല, വഖഅത് ഒന്നുകിൽ ഇതുവരെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഔസതഖഉ ഇലാ യൗമിൽ ഖിയാമ, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്നതായ സംഭവം ഇതുവരെ വന്നു കഴിഞ്ഞിട്ടുള്ളതോ അന്ത്യനാൾ വരെ വരാനിരിക്കുന്നതുമായ ഏത് സംഭവങ്ങളാണെങ്കിലും ഇല്ലാ വലഹ, അതിന് ഫീ കിതാബില്ലാഹി അസ്സ വജല്ല വസുന്നതി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഖുർആനിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തായ ഹദീസിലും ഉണ്ട്. അത് മനസ്സിലാക്കാൻ മൻസഉൻ വമഅഖദുൻ, അത് കണ്ടെത്താൻ പറ്റുന്ന പ്രയോഗങ്ങൾ, സ്ഥലങ്ങൾ പരിശുദ്ധ ഖുർആനിലുമുണ്ട്, തിരുസുന്നത്തിലുമുണ്ട്. ഏത് സംഭവ വികാസങ്ങളാണെങ്കിലും ആധുനിക ലോകം എത്ര പുരോഗമിച്ചാലും, ടെക്നോളജികൾ എത്ര വളർന്നാലും, ഏതിൻ്റെയും നിയമങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിൽ അതിന് വഴിയുണ്ട്, ഹദീസിൽ അതിന് വഴിയുണ്ട്. പക്ഷേ അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, അറിയാൻ കഴിവുള്ളവർക്ക് അറിയാൻ സാധിക്കൂ, അല്ലാത്തവർക്ക് അറിയാൻ സാധിക്കില്ല. നമുക്കധികം പറയേണ്ടതില്ല. നമ്മുടെ പറമ്പിൽ വെള്ളമുണ്ടാകും ഭൂമിക്കടിയിൽ, പക്ഷേ നമ്മുടെ സ്വന്തം പറമ്പാണ്. സ്വന്തം പറമ്പിലെ വെള്ളം നമുക്ക് സ്വയം എടുക്കാൻ സാധിക്കില്ല. അത് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ കമ്പനികളെ ആശ്രയിക്കണം, മെഷീനുകൾ ആശ്രയിക്കണം. മെഷീനുകൾ വന്ന് ചിലപ്പോൾ 1000 അടി കിളച്ചെങ്കിലാണ്, കുഴലടിച്ചെങ്കിലാണ് വെള്ളം പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വന്തം പറമ്പാണ്, നമ്മളെ ഉടമസ്ഥതയിലുള്ളതാണ് ആ വെള്ളം. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് കഴിയണമെങ്കിൽ അതിന് നല്ല പവറുള്ള 1000 അടി താഴോട്ട് ഇറക്കാൻ, കുഴലിറക്കാൻ പറ്റിയ മെഷീന് തന്നെ വേണം. അങ്ങനെ വന്നെങ്കിലാണ് നമ്മുടെ സ്വന്തം പറമ്പിലെ വെള്ളം നമ്മുടെ ഉപയോഗത്തിനായി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. എന്താ ഇപ്പം എൻ്റെ പറമ്പിലല്ലേ, പിന്നെ എനിക്ക് സ്വയം പിടിച്ചൂടെ? എനിക്കൊരാളെ ആശ്രയിക്കണോ? ഇത്ര സംഖ്യ അതിന് വേണ്ടി ചെലവഴിക്കണോ എന്നൊരാൾ പറയുകയാണെങ്കിൽ അവന് സുഖമില്ല, മെൻ്റലാണെന്ന് എല്ലാവരും തിരിച്ചറിയുമെന്ന് പറയേണ്ടതില്ല. എന്നാൽ ഈ സർവ കാര്യങ്ങളുടെയും സർവസംഭവ വികാസങ്ങളുടെയും നിയമങ്ങൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ഥാപിച്ചത് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അല്ലാഹു തആല പറഞ്ഞു, ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും
വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. നിയമം പിടുത്തം കിട്ടിയില്ല, ശരീഅത്തിന്റെ നിയമം ഈ വിഷയത്തിൽ എന്താണെന്ന് പിടുത്തം കിട്ടിയില്ല, തർക്കം വന്നു. എന്നാൽ അതിനെ പരിശുദ്ധ ഖുർആനിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എല്ലാം മടക്കണം. വേണമെങ്കിൽ ഇജ്മാഇന്റെ ആളുകളായ മുജ്തഹിദുകളിലേക്ക് മടക്കണം. ഇങ്ങനെ മടക്കിയാൽ ആർക്കാണ് മനസ്സിലാവുക? അലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, ജനങ്ങളിലെ സ്വൽപ്പം ആളുകൾ ആവുന്ന ഇവകളെ ഈ നിയമങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാൻ, പുറത്തു കൊണ്ടുവരാൻ കെൽപ്പുള്ള മഹാരഥന്മാരായ മുജ്തഹിദുകളാകുന്ന ആളുകൾക്ക് മാത്രമാണ് നിയമങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കുക. അതെ, നമ്മുടെ ഭൂമിയിലെ 1000 അടി താഴെ കിടക്കുന്ന വെള്ളം പുറത്തെടുക്കാൻ സാധാരണ കുഴൽ മതിയാവൂല, വലിയ മെഷീൻ തന്നെ വേണ്ടി വരും. എന്നാൽ അതിലപ്പുറമാണ് നമ്മുടെ പറമ്പിൻ്റെ വിലയല്ല പരിശുദ്ധ ഖുർആനിലുള്ളത്, നമ്മുടെ പറമ്പിൻ്റെ വിലയല്ല പരിശുദ്ധ ഹദീസിനുള്ളത്. ഇത് മനസ്സിലാക്കാൻ മഹാരഥന്മാരായ അയിമ്മത്തിന് മുജ്തഹിദിനെ സാധിക്കൂ, അല്ലാത്തവർക്ക് സാധിക്കില്ല. വമഅലൂമുൻ അന്നല്ലദീന യസ്തംബിതൂനഹു ഹുമുല്ലദീന തഅഖലൂ ലിൽഇജ്തിഹാദ്. അല്ലാഹു തആല എല്ലാവർക്കും ഖുർആൻ നോക്കിയാൽ നിയമങ്ങൾ യഥേഷ്ടം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടില്ല. ഹദീസ് വായിച്ചാൽ എല്ലാവർക്കും നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടില്ല. കഴിയുമെന്ന വാദം തീർച്ചയായും ലോജിക്കല്ല, ഒരു ബുദ്ധിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. കാരണം ഈ ഭൗതിക ലോകത്തെ ഒരു സുപ്രീം കോർട്ട് ജഡ്ജിയുടെ വിധി ഒരു കേവലം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെ കയ്യിൽ കൊടുത്താൽ അയാൾക്ക് തന്നെ അത് വായിച്ച് ജഡ്ജിയുടെ ആശയം ഉദ്ദേശ്യം മനസ്സിലാക്കാനോ മനസ്സിലാക്കിത്തരാനോ കഴിയില്ല. കേവലം ഒരു സ്കൂൾ അധ്യാപകന്, ഇംഗ്ലീഷ് അധ്യാപകനാണ്, അയാൾക്ക് സുപ്രീം കോർട്ട് ജഡ്ജിയുടെ വിധി ഇംഗ്ലീഷ് തന്നെയാണ്, മനസ്സിലാക്കാൻ കഴിയില്ല. അത് കേവലം മനുഷ്യനിർമ്മിതമായ വചനങ്ങളായിട്ട് പോലും അതിന് സുപ്രീം കോർട്ടിൽ പോകുന്ന അഡ്വക്കറ്റിനെ സമീപിക്കണം. അയാളാണ് കൃത്യമായി ആ വിധി വിശദീകരിച്ചു തരാൻ യോഗ്യൻ എന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ അനുഭവമാണെങ്കിൽ, പടച്ച റബ്ബ് എല്ലാ കോർട്ടിനെയും സർവ്വ ജഡ്ജികളെയും മേലെയുള്ള പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിൻ്റെ വചനം, ആ പടച്ച റബ്ബ് ലോകത്ത് തുല്യതയില്ലാത്ത വിധം ബുദ്ധിശക്തിയും കഴിവും സംസാരശേഷിയും സാഹിത്യശേഷിയും എല്ലാ കഴിവുകളും നൽകിയ സൃഷ്ടികളിലെ അതുല്യനായ ഏക സൃഷ്ടിയായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ ഈ സുപ്രീം കോർട്ട് ജഡ്ജിയാകുന്ന സാധാരണ മനുഷ്യൻ്റെ വിധി മനസ്സിലാക്കാൻ കഴിയാത്ത എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഇത് വല്ലാത്തൊരു അഹങ്കാരമല്ലേ, ധിക്കാരമല്ലേ? തീർച്ചയായും ധിക്കാരമാണ് എന്ന് ആരോടും ചോദിക്കേണ്ടതില്ല. നഗ്നയാഥാർത്ഥ്യമാണ്, ബദീഹിയാണ് എന്ന് എല്ലാ മുത്തഅല്ലിമിനും തിരിയും. ഞാനിത് പറയുന്നത് മുത്തഅല്ലിമീങ്ങളോടാണ്. അതുകൊണ്ട് നമുക്ക് ഖുർആനിൽ നിന്ന് നേരിട്ട് നിയമങ്ങൾ കണ്ടെത്താൻ കഴിവില്ലാത്തതിന് നമ്മൾ ശ്രമം നടത്തിയാൽ നമുക്ക് വലിയൊരു പാറക്കല്ല് ചുമക്കാൻ കഴിവില്ല. ആ പാറക്കല്ലിൻ്റെ അടിയിൽ കിടന്ന് പൊക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പണി തീരാന്നല്ലാതെ പാറക്കല്ല് ഇളകില്ല. എന്നാൽ അത്രയും കഴിവ് നമുക്ക് സമകാലികരായ ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവില്ല. എന്ത് ചെയ്യാൻ? തിരുസുന്നത്തിൽ നിന്ന് നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവില്ല. ഈ കഴിവ് അല്ലദീന യസ്തംബിതൂനഹു മിൻഹും,
ജനങ്ങളിലെ കേവലം സ്വൽപ്പമാളുകളായിട്ടുള്ള ഇജ്തിഹാദിൻ്റെ പടുക്കൾ, ഗവേഷണ പടുക്കളായ മഹാരഥന്മാർക്കാണ് ആ കഴിവുള്ളത്. വമഅലൂമുൻ അന്നല്ലദീന യസ്തംബിതൂനഹു, ഈ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമൊക്കെ നിയമങ്ങൾ പുറത്തെടുക്കാൻ കഴിയുന്നവർ ഹുമുല്ലദീന തഅഖലു ലിൽഇജ്തിഹാദ്, ഇജ്തിഹാദിന് യോഗ്യത നേടിയിട്ടുള്ള ആളുകൾ മാത്രമാണ്. ദൂന ഗൈരിഹിം, അവരല്ലാത്തവർക്ക് ഈ കഴിവ് ഇല്ല. ഇത് മനസ്സിലാക്കാൻ ജമ്മുൽ ജവാമിൻ്റെ 2-ാം വാള്യം, അത് ശുറൂത്തുൽ ഇജ്തിഹാദ്, മുജ്തഹിദിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെ, ഇജ്തിഹാദിന് കഴിവുണ്ടായിട്ട് അത് പ്രയോഗവൽക്കരിക്കണമെങ്കിൽ എന്തെല്ലാം നിബന്ധനയുണ്ട്, അതുകൂടി പറഞ്ഞിട്ടുണ്ട് ജമ്മുൽ ജവാമിയിൽ. അതും അതിൻ്റെ ശറഹുകളും നോക്കിയാൽ ആർക്കും ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിദാ ലാ യജൂസു അൻ യസ്തദില്ല ഇല്ലാ ബിമാ നസ്സ അലൈഹി ഉലമാഉൽ മദാഹിബിൽ അർബഅ, ഇന്നത്തെ കാലത്ത് ഒരാൾക്കും 4 മദ്ഹബിൻ്റെ ഉലമ ആകുന്ന മഹാരഥന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, ആ പറഞ്ഞിട്ടുള്ള നിയമം, അവർ പറഞ്ഞ നിയമം ഇന്നതാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിന് അവർ പറഞ്ഞ തെളിവുകൾ, അവരുടെ ശിഷ്യന്മാർ പഠിപ്പിച്ച പരത്തിയ തെളിവുകൾ, ഈ തെളിവുകൾ ഉപയോഗിച്ച് നഖലുകൾ സഹിതം മനസ്സിലാക്കലല്ലാതെ ഇന്ന് മാർഗമില്ല എന്ന് തർശീഹിൻ്റെ തഖ്രീറിൽ തന്നെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം. ഫതാവൽ കുബ്രയിൽ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 10-ാം വാള്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നടക്കൂല ഇജ്തിഹാദ്. കൈഫ വഹുവ മുതവഖിഫുൻ അലാ തഅസീസി ഖവാഇദ ഹദീസിയ വ ഉസൂലിയ, എങ്ങനെ മുജ്തഹിദാകാൻ ഇന്ന് കഴിയും? ഹദീസ് സംബന്ധമായും നിദാന ശാസ്ത്ര സംബന്ധമായും വിവിധ നിയമങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ, ആ നിയമങ്ങൾ അതിനെ സംവിധാനിക്കാൻ, കണ്ടുപിടിക്കാൻ ആദ്യം കഴിവ് വേണം. വഹാദത്ത് സീസു വല്ലദീ അജസൻ നാസൽ യൗമ അൻ ബുലൂഗി ദറജത്തിൽ ഇജ്തിഹാദിൽ മുത്ലഖ്, ഇത്തരത്തിൽ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും സംവിധാനിക്കാൻ, അത് കണ്ടെത്താൻ ഉള്ള ഈ കഴിവുകേടാണ് അക്കാലഘട്ടത്തിലുള്ള ആളുകളെ വരെ ഈ ഇജ്തിഹാദിൻ്റെ കഴിവിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫതാവൽ കുബ്രയിൽ കാണാം, 4-ാം വാള്യത്തിൽ 316-ാം പേജിൽ അൽ ഇഫ്താഉ ഫിൽ ഉസുരിൽ മുതഅഖിറ, ഈ പിൽക്കാലത്ത്, അന്ന് കാലത്തെ പിൻകാല, ഇന്ന് കാലോ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇന്നിങ്ങനെ വാട്സപ്പ് കൂടെ ഇങ്ങനെ ഫത്വ സുബ്ഹാന റബ്ബി അങ്ങോട്ട് പറയുന്ന അദ്ദീനു യുസ്റുൻ, അദ്ദീനു യുസ്റുൻ എന്നറിയും. എന്നാ പിന്നെ എന്തുവാണ് മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് എന്നറിയും, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അല്ലാഹു തആലാന്റെ ദീനുമ്മ തൊട്ട് കളിച്ച് ആ ദീനിനെ വികൃതമാക്കുകയും വികലപ്പെടുത്തുകയും യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി എന്ന് പരിശുദ്ധ ഖുർആൻ ജൂത ക്രൈസ്തവരെ പോലെ ഉള്ളവരെ ആരോപിച്ച അതേ ആരോപണത്തിന് യോഗ്യരാകും വിധം നിയമങ്ങൾ സ്വന്തം നിർമ്മിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് വാട്സപ്പ് ചെയ്ത് അത് പരസ്യപ്പെടുത്തി തോന്നിയവൻ തോന്നിയതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ലാത്തത് പറഞ്ഞ് സ്വന്തം വ്യക്തിപരമായി കളവ് പറയും പോലെയല്ല ദീനിലില്ലാത്തത് പറയൽ, പുതിയ ദീൻ നിർമ്മിക്കല. അതിനെ ഖുർആൻ വല്ലാതെ താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽ ഇഫ്താഉ ഫിൽ ഉസ്രിൽ മുതഅഖിറ, ഇന്ന് കാലഘട്ടത്തിൽ, അതെ അക്കാലഘട്ടത്തിൽ തന്നെ ഫത്വ നൽകൽ ഇന്നമാ സബീലുഹു നഖ്ലു വറിവായതു, ഇന്നമാ സബീലുഹു അതിൻ്റെ വഴി അന്നഖ്ലു, ഇമാമുകളിൽ നിന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മശായിഖിൽ നിന്ന് നഖ്ൽ ചെയ്യൽ മാത്രമാണ് വഴി.
നഖ്ല് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു റിവായത്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, റിവായത്ത് ചെയ്യുക. ആ കിതാബിൽ ഇങ്ങനെ ഉണ്ട്, ഈ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതേ വഴി എന്തുകൊണ്ട് ലിംഗിത്തായിൽ ഇജ്തിഹാദി ബിസായിരി മറാത്തിബി, ഇജ്തിഹാദിന്റെ എല്ലാ മർത്തബകളും 5-8 മർത്തബകൾ ഉണ്ടാകാം, എല്ലാ മർത്തബകളും നിലച്ചു പോയിട്ടുണ്ട്. മിൻ മുന്തു അസ്മിനത്തിൻ, ഒരുപാട് കാലം മുമ്പേ ഇജ്തിഹാദിന്റെ മർത്തബകൾ നിലച്ചു പോയിട്ടുണ്ട്. കമാ സറഹ ബിഹി ഗൈറു വാഹിദിൻ എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കാണാം. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന് നമുക്ക് കിതാബ് സുന്നത്തിലെ നിയമങ്ങൾ, ഇലാഹിയായ നിയമങ്ങൾ, കർമ്മശാസ്ത്ര നിയമങ്ങൾ മനസ്സിലാക്കാനുള്ള സംവിധാനം നഖ്ലാണ്. നന്നായി കിതാബ് നോക്കുക. കിതാബ് നോക്കിയ അയിമ്മത്ത് പറഞ്ഞതൊക്കെ സുന്നത്തിൻ്റെയും ഖുർആനിൻ്റെയും വിശദീകരണമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജമീഉ മാ യഖൂലുഹുൽ അയിമ്മത്തു ശറഹുൽ ലിസുന്ന. ജമീഉ മാ യഖൂലുഹുൽ അയിമ്മ, പരിശുദ്ധ ദീനിൻ്റെ ഇമാമുകൾ പറയുന്നത് മുഴുവൻ ശറഹുൽ ലിസുന്ന, അത് സുന്നത്തിൻ്റെ ശറഹാണ്, തിരുസുന്നത്തിൻ്റെ ഹദീസിൻ്റെ വിശദീകരണമാണ് അയിമ്മത്ത് പറയുന്നത് മുഴുവൻ. വജമീഉ സുന്നത്തി ഹുവ ശറഹുൽ ലിൽ ഖുർആൻ, സുന്നത്താകട്ടെ മുഴുവനും പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ഖുർആനിൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ നമുക്ക് അവലംബിക്കാനുള്ളത് അയിമ്മത്തിൻ്റെ കിതാബുകളാണ്. അതുകൊണ്ട് നന്നായി കിതാബ് നോക്കുക. നന്നായി കിതാബ് നോക്കൽ മാത്രമാണ് മാർഗം. ഇതുകൊണ്ടാണ് ഫുഖഹ ആണ് ഏറ്റവും വലിയ ബുദ്ധിശാലികൾ എന്ന് മുഹദ്ദിസീങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ബുദ്ധിശാലികളാരാ? ഫുഖഹ ആണ്. ഏറ്റവും വലിയ വിവരസ്ഥരാരാ? അൽ ഫുഖഹാഉ ഹും അഅലമു ബിമആനിൽ ഹദീസ്. നമുക്ക് ഹദീസ് അങ്ങോട്ട് നോക്കിയാണ്ട് നിയമം പറയാൻ കഴിയൂല. സുബ്ഹാന റബ്ബി ചിലപ്പോൾ സഹീഹുൽ ബുഖാരിൻ്റെ ഹദീസായിരിക്കും, ചിലപ്പോൾ സഹീഹുൽ ബുഖാരിയുടെയും സഹീഹ് മുസ്ലിമിൻ്റെയും ഹദീസായിരിക്കും. നമ്മൾ മനസ്സിലാക്കിയ പോലെ നിയമം അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റൂല എന്ന് ജമ്മുൽ ജവാമിയിൽ നിരവധി ഉദാഹരണങ്ങൾ തആദുൽ തറാജീഹിൻ്റെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. സഹീഹുൽ ബുഖാരിയല്ലേ എന്ന് നോക്കി നമുക്ക് നിയമം പറയാൻ കഴിയൂല. അതിൽ നിന്ന് നിയമം എങ്ങനെ പറയണമെന്ന് അയിമ്മത്ത് പറയണം. ഹദീസ് മുത്തഫഖ് അലൈഹി അപ്പീറില്ല, ശരി, പക്ഷേ നമുക്ക് നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂല. ആ ഹദീസ് കണ്ട് നാം നിയമം പറഞ്ഞാൽ അത് പരിശുദ്ധ ദീനിൻ്റെ എതിരായ നിയമമായി പോകും. അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് അൽ ഫുഖഹാഉ ഹും അഅലമു ബിമആനിൽ ഹദീസ്. വലിയ മുഹദ്ദിസായ ഇമാം തർമിദി തങ്ങൾ പറഞ്ഞു, ഫുഖഹ ആണ് ഹദീസിൻ്റെ മാനകൾ ഏറ്റവും കൂടുതൽ അറിയുന്നവർ. അതിന് ഫുഖഹായിനെ തന്നെ അവലംബിക്കണം. ഹദീസിൻ്റെ മാന കിട്ടാൻ, ഖുർആനിൻ്റെ മാന കിട്ടാൻ, ആശയങ്ങൾ മനസ്സിലാക്കാൻ ഫുഖഹായിനെയാണ് അവലംബിക്കേണ്ടത്. അതിന് നന്നായി കിതാബ് നോക്കണം. നമ്മൾ ഇവിടെ പിരിയുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. ഈ ശൈഖുനായുടെ ഉറൂസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഒരു തീരുമാനമെടുക്കണം. നന്നായി കിതാബ് നോക്കും, കഠിനാധ്വാനം ചെയ്യും. ഈ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന ഓരോ കിതാബിൻ്റെയും ശറഹുകളും ആശികളും നന്നായി നോക്കുമെന്ന് തീരുമാനമെടുക്കണം. ശൈഖുന ആ ഫത്ഹുൽ മുഈനിൻ്റെ ബാക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ തന്നെ വായിച്ചു നോക്കാൻ നമുക്ക് സമയമില്ലാത്ത കുഴപ്പമാണുള്ളത്. ഒരുപാട് മസ്അലകൾ ഇന്ന് നടക്കുന്ന, ചിലപ്പോൾ പലരും പറയും ഇതാ തഅല്ലമു അസറാന്നറിയും. ഇഖ്റും ദുആയൊക്കെ മാമൂമികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിറാക്കണം എന്നാണ് ഫുഖഹാ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാന റബ്ബി. ഫതാവയിൽ നിന്ന് തന്നെ ഉദ്ധരിച്ച് ഫത്ഹുൽ മുഈനിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതവിടെ ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉറക്കയാക്കുന്നിടത്താം. അതേസമയം പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഉറക്കയാക്കുക, മറിച്ച് മിൻ മുഖ്തദിയാത്തിൽ ജഹരി, ഇമാമ് ദുആനെ ഉറക്കയാക്കലിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് അയ്യുരീദ തഅ്മീനഹും. ഫത്ഹുൽ മുഈനിൽ തന്നെ വിഷയം പറഞ്ഞിട്ടുണ്ട്. തഅലീമൽ ഹാദിരീന ഔ തഅലീമഹും ഫത്ഹുൽ മുഈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ അത് വിശദമായി അവിടെ ഫത്വുൽ മുഈനിൻ്റെ ബാക്കിൽ ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ട്. മിൻ മുഖ്തദിയാത്തിൽ ജഹരി, ഇമാമ് ദുആയെ ഉറക്കയാക്കലിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് അയ്യുരീദ തഅ്മീനഹും, മഅ്മൂമിങ്ങൾ ആമീൻ പറയലിനെ ഉദ്ദേശിക്കുക, അലാ ദുആഇഹി, ഇമാമിൻ്റെ ദുആഇന് ആമീൻ പറയലിനെ ഉദ്ദേശിക്കുക എന്നത്. ഫയജ്ഹറു, അങ്ങനെ ആമീൻ പറയൽ ഉദ്ദേശിച്ചാൽ ആമീൻ പറയൽ ഉദ്ദേശിക്കണം, അതൊരു സുന്നത്താണ്. കാരണം ഇതാ അനദഉതു ഫഅമ്മിനു, ഞാൻ ദ്വാരക്കുമ്പോൾ നിങ്ങൾ ആമീൻ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ ഉണ്ട്. അതുകൊണ്ട് ആമീൻ പറയൽ ഉദ്ദേശിക്കണം. അത് അമ്പിയാക്കന്മാരുടെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദ്വാരന്നു, സഹാബത്ത് ആമീൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ദ്വാരന്നു, ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. അത് വലിയ ദുആയായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല എടുത്ത് പറഞ്ഞു. അങ്ങനെ ആമീൻ പറയൽ ഉദ്ദേശിക്കുമ്പോൾ ഫയജ്ഹറു ഹത്താ യഅലമു മാ യുഅമ്മിനൂന അലൈഹി, എന്തിനാണ് ആമീൻ പറയുന്നത് എന്ന് മനസ്സറിഞ്ഞ് ആമീൻ പറയുമ്പോൾ അതിനവർക്ക് സാധിക്കണമെങ്കിൽ ദുആ എന്താണെന്നവർ കേൾക്കണം. അപ്പോൾ ഹത്താ യഅലമു മാ യുഅമ്മിനൂന അലൈഹി, ആമീൻ പറയുന്ന ദുആ അവരറിയാനും മനസ്സിലാക്കാനും പര്യാപ്തമായ രീതിയിൽ അവിടെ ഉറക്കയാക്കൽ സുന്നത്താണ് എന്ന് ഇവിടെ ശൈഖുന ഫത്വുൽ മുഈനിൻ്റെ ബാക്കിൽ എഴുതി വെച്ചത് കാണാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മസ്അലകൾ. ചിലപ്പോൾ ഫിഖ്ഹിൻ്റെ ഇബാറ തന്നെയായിരിക്കും, ലാ യതയമ്മമു ലിർറവാത്തിബിൽ മുതഅഖിറ ഖബ്ലൽ ഫർദി, ഫർദിൻ്റെ മുമ്പ്, ഫർദ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് പിന്നിലുള്ള റവാത്തിബ് സുന്നത്തിന് വേണ്ടി തയമ്മും ചെയ്യരുത് എന്ന് ചില ഇബാറകളുണ്ട്. അതിനെപ്പറ്റി വന്ന ചോദ്യവും ആ ചോദ്യത്തിൻ്റെ മറുപടിയും മക്കയിലെ മുഫ്തിയായ മുഹമ്മദ് ഹസ്ബുല്ല റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ അതൊക്കെ കിട്ടിയെന്ന് നമുക്കറിയില്ല അക്കാലത്ത്. അതെന്താ ആ ഇബാറത്തിൻ്റെ മാന എന്താ? ലാ യതയമ്മമു ലിർറവാത്തിബിൽ മുതഅഖിറതി ഖബ്ലൽ ഫർദി. ഇത് ഇബാറയുടെ മാന തിരിയണമെങ്കിൽ നഹ്വും സർഫൊക്കെ നന്നായി തിരിയണം, ഉസൂറുൽ ഫിഖ് നന്നായി തിരിയണം, ഫത്വുൽ മുഈൻ തിരിയണമെങ്കിൽ ശരിക്കും എല്ലാ ഫന്നും തിരിയണം, മൈബദി ഉൾപ്പെടെ തിരിഞ്ഞിരിക്കണം. മൈബദി ഓതാത്തവനും ഫത്വുൽ മുഈൻ ശരിക്കും തിരിയില്ല. തസ്രീഉൽ അഫ്ലാക്ക് ഓതാത്തവനും ഫത്വുൽ മുഈൻ തിരിയില്ല. അത് ഗോളശാസ്ത്രമല്ലേ, ഫത്വുൽ മുഈൻ തിരിയാൻ എന്തിനാണ് ചോദിച്ചിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഖുലാസത്തുൽ ഹിസാബ് അത് ഓതാത്തവന് ഫത്വുൽ മുഈൻ നന്നായി തിരിയൂല. ഇങ്ങനെ എല്ലാ ഫന്നുകളും മന്തിഖ് ഓതാത്തവനും ഫത്വുൽ മുഈൻ നന്നായി തിരിയൂല. ഫത്വുൽ മുഈനിന് ഒരു മസ്അല പറയുമ്പോഴത്തിന് അതിൽ നിന്ന് ഒട്ടനവധി മസ്അലകൾ മനസ്സിലാക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ഫത്വുൽ മുഈനിൻ്റെ സംവിധാനം. അവാമിനൽ ഫിഖ്ഹി മാ ലം യഹ്ബിഹി കുതുബു, ആ നിലക്ക് ഫത്വുൽ മുഈൻ മനസ്സിലാക്കിയവരാണ് ശൈഖുന. അപ്പോൾ അതുകൊണ്ട് തന്നെ റവാത്തിബ്, പിന്തിയ റവാത്തിബ് സുന്നത്തിന് വേണ്ടി ഫർദിൻ്റെ മുമ്പ്, ഫർദ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് തയമ്മും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആ ഇബാറയുടെ മാന എന്ത്? അത് ഫർദ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് പിന്തിയ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി അതിനെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കണ്ട് തയമ്മും ചെയ്താൽ എന്താവൂല? അത് സഹിയാവൂല. കാരണം ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ളുഹർ നിസ്കരിക്കണം. മുഅഖത്തായ നിസ്കാരമാകുമ്പോൾ, സമയനിശ്ചിതമായ നിസ്കാരമാകുമ്പോൾ സമയം പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് അതിനു വേണ്ടിയുള്ള തയമ്മും സഹിയാകൂല. അതേസമയം അവിടെ ചോദ്യം എന്താ? ചോദ്യം ഈ ഇബാറുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂലേ? ളുഹറിന് വേണ്ടിയുള്ള തയമ്മും കൊണ്ട് ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല എന്നുണ്ടോന്നാ ചോദ്യം. അത് പറ്റുന്ന മറുപടി. എന്നാൽ ളുഹർ നിസ്കാരം ഹലാലാക്കാനാണ് തയമ്മും ചെയ്തത്. ളുഹർ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടിയാണ് തയമ്മും ചെയ്തത്. ഈ തയമ്മും ആ തയമ്മും കൊണ്ട് ളുഹറും പിന്നെ അതിൻ്റെ മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തും ഒരുപാട് സുന്നത്ത് നിസ്കരിക്കാം. പക്ഷേ തയമ്മും ചെയ്തത്
ളുഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് ഹലാലാക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന് ളുഹർ നിസ്കരിച്ചതിൻ്റെ ശേഷമാവണം. ഇതല്ല നീയത്ത്. മനുഷ്യൻ്റെ നീയത്തിന് വിലയുണ്ട് എന്നർത്ഥം. മനുഷ്യൻ്റെ വാക്കിനും വിലയുണ്ട്, നീയത്തിനും വിലയുണ്ട്, തീരുമാനത്തിനും വിലയുണ്ട്, ചിന്തക്കും വിലയുണ്ട്. നീയത്തിൻ്റെ വ്യത്യാസങ്ങൾ ഫത്ഹുൽ മുഈനിൽ വിവിധ ബാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിൻ്റെ ബാബ് ഉൾപ്പെടെ പലയിടത്തും നീയത്തിൻ്റെ വ്യത്യാസങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ചെറിയ വ്യത്യാസം. ഒരാളെ ബോംബെയിലാണ് അവൻ്റെ സ്വത്ത്. ആ ബോംബെയിലുള്ള സ്വത്ത് നശിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ സക്കാത്താണ്, നശിച്ചാൽ സദക്കയാണ് എന്ന് നിയ്യത്ത് ചെയ്ത് കണ്ടു കൊടുത്താൽ സക്കാത്ത് സഹിയാവൂല എന്ന് ഫത്ഹുൽ മുഈൻ പറഞ്ഞു. സക്കാത്ത് വിടൂല. അതേസമയം ബോംബെയിലുള്ള സ്വത്തിൻ്റെ സക്കാത്താണ്, എന്നാൽ അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ സദക്കയാണ്. ഇങ്ങനെ നിയ്യത്ത് സക്കാത്ത് വിടും, നശിച്ചിട്ടില്ലെങ്കിൽ സക്കാത്ത് വിടും. ബോംബെയിലുള്ള സ്വത്ത് നശിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ സക്കാത്താണ്, ഇല്ലെങ്കിൽ സദക്കയാണ് എന്നാ നിയ്യത്ത്, സക്കാത്ത് വിടൂല. ഇത് ബോംബെയിലുള്ള എൻ്റെ സ്വത്തിൻ്റെ സക്കാത്താണ്, അഥവാ അത് നശിക്കണമെങ്കിൽ സദക്കയാണ് എന്നാ നിയ്യത്ത്, എന്നാ സക്കാത്ത് വീടും. ഈ വിധത്തിൽ ഫിഖ്ഹ് നന്നായി മനസ്സിലാക്കാം, എല്ലാ ഫന്നും നന്നായി മനസ്സിലാക്കണം, ഉഷാറായിട്ട് കിതാബുകൾ ശ്രദ്ധിക്കണം, ഉസ്താദിനെ പോലെയാകണമെന്നൊരു തീരുമാനം ഞാനടക്കമുള്ള എല്ലാ മുത്തഅല്ലിമീങ്ങളും എടുത്ത് ഇന്നു മുതൽ നമ്മൾ അതിനുവേണ്ടി മനക്കെടണം. നന്നായി കിതാബുകൾ നോക്കി തയ്യാറാക്കി സംശയങ്ങളെടുത്ത് വീണ്ടും നോക്കി, എന്നിട്ടും പിടികിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ മുതിർന്ന കിതാബുകൾ നോക്കി, ചിലപ്പോൾ ചെറിയ കിതാബിൻ്റെ ഒരു ഇബാറ ഹല്ലാകണമെങ്കിൽ വേറെ നിരവധി കിതാബുകൾ പരതേണ്ടി വരും. അതിനാണ് ഉസ്താദ് ഒരുപാട് കിതാബുകൾ പരതിയത്. ഒരു ഫത്ഹുൽ മുഈൻ തിരിയാൻ വേണ്ടി മിൻഹാജിൻ്റെ എല്ലാ ശറഹുകളും കിട്ടാവുന്നിടത്തോളം എല്ലാ ശറഹും നോക്കി. പിന്നെ നവവി ഇമാമിൻ്റെ വിവിധ കിതാബുകൾ, റൗള, മജ്മൂഅ്, ശറഹ് മുസ്ലിം തുടങ്ങി തഹ്ഖീഖ് തുടങ്ങി നിരവധി കിതാബുകൾ നോക്കി. മുതഅഖിരീങ്ങളുടേതും മുതഖദ്ദിമീങ്ങളുടേതും നോക്കി. ഈ നോക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാൽ ആധുനിക കാലത്ത് വരുന്ന ഏത് പുതിയ സംഭവ വികാസങ്ങളുടെയും നിയമങ്ങൾ പൂർവകാല അയിമ്മത്ത് രേഖപ്പെടുത്തിയതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞത്, ഈ കേട്ടത്, ഈ കൂടിയത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വസീലയായി കബൂലാക്കി മഹാനായ ശൈഖുനയുടെ റൂഹിലേക്ക്, അവരുടെ മശായിഖ് മുഴുവരിലേക്കും, അതേപോലെ ശൈഖുന ബഹറുൽ ഉലൂം ഉൾപ്പെടെയുള്ള മശായിഖ്, ഇവരുടെ ശിഷ്യനും കൂടെയായ നമ്മുടെ ശൈഖുന വൈരത്തൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഴുവൻ മഹാരഥന്മാരിലേക്കും, ഇവരെ ഷെയ്ഖായ കരിങ്കപ്പാറ ഉസ്താദ്, ഇരുമ്പാലശ്ശേരി ഉസ്താദ് തുടങ്ങിയ മഹാന്മാരിലേക്കുമൊക്കെ ഇതിൻ്റെ മിസ്രി സവാബ് അല്ലാഹു തആല എത്തിക്കട്ടെ. ആ മഹാന്മാരായ മശായിഖ് നമ്മിൽ എത്തിച്ചു തന്ന ഈ നൂറ് കൈവിടാതെ, ആ കണ്ണി പൊട്ടിക്കാതെ, ആ അവരിൽ കോർത്ത് ഒരു കണ്ണികളായി നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി തരട്ടെ. മഹാനവറുകളുടെ ദറജ അള്ളാഹു അധികരിപ്പിക്കട്ടെ. അവരെ പോലെ ഇൽമിന് വേണ്ടി ജീവിതം നീക്കി വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.